ബാബുജി, ഞാൻ വേട്ടന്ന. നീ എന്റെ ഹരീന്ദ്രന്റെ പകരമല്ല, എന്റെ ഹരീന്ദ്രൻ തന്നെയാണ്. ഒരു മകനും അച്ഛനെ ഇതിൽ കൂടുതൽ സ്നേഹിക്കാൻ കഴിയില്ല. നീ ഞങ്ങളെ ഒരുപാട് സ്നേഹിച്ചു. എന്റെ കുട്ടികൾക്ക് നീ സ്വന്തം ചേട്ടനായിരുന്നു. ഇത്രയും കാലം സത്യം പറയാതിരുന്നത് മനഃപൂർവ്വമല്ല, അതിനുള്ള ധൈര്യമില്ലായിരുന്നു. നീ ചെയ്തത് തന്നെയാ ശരി. ബാപ്പുവിനൊരു അപേക്ഷയുള്ളൂ, നിന്റെ അമ്മയും പെങ്ങന്മാരും ഇതറിയരുത്. ഒരിക്കൽ നിന്നെ അവരത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടു പോയ ഞങ്ങൾക്ക് ജീവിതം തിരികെ തന്നത് നീയാണ്. അത് തിരിച്ചെടുക്കരുത്. ഏഴു വർഷം എന്റെ മകനായി ജീവിച്ചവനാണ് നീ. പിറന്ന മണ്ണിനോടും പിതൃത്വം തന്ന പൂർവികരോടുമുള്ള കടമ നിറവേറ്റേണ്ടത് ഒരു സിഖുകാരന്റെ ധർമ്മമാണ്. നീ ഇപ്പം ഇവരോടൊപ്പം പോകണം. നിന്റെ ആവശ്യം ഇനി അവിടെയാണ്. എന്റെ പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഒരിക്കൽ കൂടി ഞങ്ങൾ കാത്തിരുന്നോട്ടെ. തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളുടെ മകന്. ഞാൻ തിരിച്ചു വരും ബാബുജി. നിങ്ങളുടെ ഹരീന്ദർ സിംഗ്, മല്ലു സ്ട്രീറ്റിലെ മല്ലു സിംഗ്. എടോ സർവേറെ, ഞാൻ പറയുന്നത് തന്നെയാണോ അളവ്? നാളെ കോടതിയിൽ താൻ അങ്ങോട്ട് ഫയൽ ചെയ്താൽ മതി. ഇനി ഇതിന്റെ മുകളിൽ ഒരു അപ്പീൽ കൊടുക്കാൻ ഒരുത്തനുമില്ല. വല്യമ്പാട്ട് ഉണ്ടായിരുന്ന ഒരുത്തൻ ചത്തു. അവന്റെ ശവം കൊണ്ടുവരാൻ പോയവനും ഒരു പോക്ക് പോയെന്നാ തോന്നണേ. വല്യമ്പാട്ട സ്വത്തിന്റെ കണക്ക് പറയാൻ ആണത്വമുള്ള ഒരുത്തനും ഇനി വരില്ല. ആയുസ നിനക്ക്. ഇപ്പൊ പറഞ്ഞോളൂ നിന്റെ കാര്യം. പക്ഷേ പ്രതീക്ഷിച്ചത് ആംബുലൻസാ. നാളെ കോടതി വിധി വരും. ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് നേരത്തെ അളന്ന് തിരിക്കുക. ഏതായാലും നീ വന്ന നന്നായി. എല്ലാം അറിയുന്ന ഒരു സാക്ഷി വേണം നാളെ കോടതിയിൽ ഒപ്പിടാൻ. സാക്ഷിയല്ലേ വന്നിട്ടുണ്ട്. ദേ ഹരി, നീ വന്ന സ്ഥലം കൊള്ളാം, സമയവും കൊള്ളാം. ഒരുത്തനും നിന്നെ ഇവിടെ ജീവനോടെ കണ്ടിട്ടില്ല. ഇത് മുഴുവൻ എന്റെ ആൾക്കാരാ. ഇവരെല്ലാം നാളെ കോടതിയിൽ സാക്ഷി പറയും. ഇവൻ കൊണ്ടുവന്നത്
വെട്ടിനുറുക്കിയ നിന്റെ ശവശരീരമായിരുന്നുവെന്ന്. നിന്റെ ആത്മവിശ്വാസം കൊള്ളാം, പക്ഷെ ആയുസില്ലല്ലോ അനന്ത. അതങ്ങ് എടുക്കാൻ പോവാ ഞാൻ. അടിച്ച് കൊല്ലടായി പട്ടിയെ. ശസ്ത്രേക്കർ ബാബുജി, നീയൊക്കെ അങ്ങ് പുളുത്തും. ഹരിയുടെ മേത്തൊരു തരി മണ്ണ് വീണമെങ്കിൽ ഞങ്ങൾ കണ്ണു പടച്ചു നിൽക്കണം. വെട്ടി വീട്ടായി നായിന്റെ മക്കളെ. തീർത്തുകളായി. അരിഞ്ഞ് തള്ളാനാ വന്നത്. വേണ്ടാന്ന് വയ്ക്ക, തിരിച്ചു ചെല്ലാന്ന് വാക്കുകൊടുത്തുപോയി. ഇനിയുള്ള കാലം എഴഞ്ഞ് ജീവിക്കാം. ഇനി ഒരിക്കൽ കൂടി എന്നെ നീ ഇവിടേക്ക് വരുത്തരുത്. അളിയാ, എടാ അളിയാ, അരെ മല്ലു സിംഗ്, ഇവളുടെ പൊറുതി മതി. ഇവിടെ ഞാൻ കൊണ്ടുപോവാ. നീ ഒന്ന് വിളിച്ചു നോക്ക്.
ഇവള് വന്നാ കൊണ്ടുവയ്ക്കോ? ഞാൻ വിളിച്ചാൽ ഇവള് വരും. ഇവളല്ല, ഇവള്. ഞാൻ വിളിച്ച ഇവള് വരും. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ ഇവരും വരും. അപ്പൊ എങ്ങനെ ഞാൻ നിക്കണ അതാ പോണ